എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം താഴ്മ തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സാറ്റർഡേ വീഡിയോ ഇട്ടില്ലേ, സൺഡേ വീഡിയോ ഇല്ലായിരുന്നല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എനിക്ക് സംഭവിച്ചില്ലേ, ചോറ് നിറയെ കയറിയ കാര്യം പറഞ്ഞില്ലേ. അപ്പം ഗീതേച്ചിയും പറഞ്ഞു, റോസ് വില്ലയും പറഞ്ഞു അവർക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഗീതേച്ചി പറയുന്നത് ഗീതേച്ചിക്ക് ഇപ്പോൾ കിട്ടിയ ഈ ജീവിതം ഒരു ബോണസാണെന്ന്. ഗീതേച്ചിക്ക് ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അയ്യോ, നിറയെ കയറുന്ന ഒരു വല്ലാത്ത സംഭവമാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയും 2 ദിവസത്തെ വീഡിയോ അടുപ്പിച്ചങ്ങിടുക. കാരണം ഒരു വീഡിയോ ഇട്ടാൽ ചെറുതാണ്. കാരണം ഈ ദിവസങ്ങളിൽ നല്ല ബിസി ആയിരുന്നു. നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞ് അച്ചാർ പരിപാടിയൊക്കെയാണ്. ഇതുവരെയും തീർന്നിട്ടില്ല. ഇങ്ങനെ ഓരോന്നുണ്ടാക്കിയിരിക്കുക. അതുകൊണ്ട് ജോലികളുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അച്ചാറൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ട് മടുത്ത്, അതുകൊണ്ട് ഇടുന്നതൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ചിലപ്പം ഓർക്കുവാണെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടുള്ളത് കാണിക്കും, ഓർത്തില്ലെങ്കിൽ അതുമില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പം പിന്നെന്താ, മീനച്ചാർ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ ഇച്ചിരിയും കൂടെ അച്ചാറുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ മീനും ബീഫും പെട്ടെന്ന് ഓർഡർ ചെയ്താൽ, ഞാനിപ്പോൾ ഈ സ്റ്റാറ്റസിലിടുമ്പം ഓർഡറുകൾ വരും. അതുകൊണ്ട് ഞാനിപ്പം വീഡിയോയിൽ അങ്ങ് പറഞ്ഞതാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ നമ്പറിൽ. അപ്പം കൊറിയർ ചെയ്ത് ഇന്ത്യയിൽ എവിടെയും കൊറിയർ ചെയ്ത് കൊടുക്കുവേ. അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. അപ്പോൾ കുറച്ച് പേര് ഈ വീഡിയോ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞാൽ അമ്മയ്ക്ക് കുറവുണ്ട്, അമ്മ ഡിസ്ചാർജ് ആയെന്നുള്ളത്. അപ്പോൾ ബെൻസിയുടെ അടുത്തോട്ട് പോയേക്കുക കുറച്ച് ദിവസം. അവൾ പറഞ്ഞ് അവരോട്ട് അവിടെ വന്ന് നിൽക്കുന്നേ. എന്തോടാ, എന്തോത്തിൻ്റെ സ്ക്രൂവാ കാണിച്ചേ, ഇതെടുത്ത് സൂക്ഷിച്ച് വെച്ചേരാ. ഇതെന്തോത്തിൻ്റെയോ സ്ക്രൂവാ, എടുത്ത് കളയണ്ട. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. പാൽ അടപ്പത്ത്, ചായക്ക് വെള്ളം അടപ്പത്ത്. രാവിലെ അപ്പം ദോശ അല്ലെങ്കിൽ ഇഡലി രണ്ടും ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള മാവൊക്കെ ഉപ്പ് ചേർത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ കടല ഇന്നലെ വേവിച്ച് വെച്ചു. കടലയുടെ മസാല എല്ലാം ചേർത്ത് വേവിച്ച് വെച്ചു. ഇനി ലാസ്റ്റിൽ കടുകൂടെ വറുത്താൽ മതി. അപ്പം രാവിലത്തെ എളുപ്പത്തിന് വേണ്ടി ഞാൻ അതൊക്കെ അങ്ങ് രാത്രി ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ ഇപ്പുറത്ത് ഞാൻ കടലയ്ക്ക് കടുകും വറക്കുന്നുണ്ട്, ചായയും തിളച്ചിട്ടുണ്ട്. കടലയ്ക്ക് കടുക് കൂടെ വറുത്ത് അങ്ങോട്ട് ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ ആയി. ചായ ഒന്ന് ആറ്റിച്ച് ഇനി ചായയും കൂടെ കുടിക്കാനെടുക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ് കോമൺ മീറ്റിങ്ങിന് ഞങ്ങൾ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അപ്പുറത്ത് ഒരു മഹാരാഷ്ട്ര ആൻറ്റി ആയിരുന്നത്. അപ്പോൾ അവൻ പറയുമായിരുന്നു ചപ്പാത്തി ഇങ്ങനെ കൊണ്ടുവന്നു. അവർക്കൊക്കെ ചപ്പാത്തി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല സോഫ്റ്റ് ചപ്പാത്തി. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, അതിൻ്റെ മാവ് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റത്തില്ല, അറിയത്തില്ല, നിങ്ങൾക്ക് എന്ത് എളുപ്പത്തിൽ അതുണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ പറഞ്ഞ് ചപ്പാത്തി അവർ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുമെന്ന്, നല്ല സോഫ്റ്റ് ചപ്പാത്തി. അപ്പം നമുക്ക് ഇതെളുപ്പം, അവർക്ക് അതെളുപ്പം. എനിക്ക് ദോശ ഇഡലി ആണെങ്കിൽ രാവിലെ പെട്ടെന്നാവും. വേറെ വല്ലതും ആണെങ്കിലാണ് എനിക്ക് ബുദ്ധിമുട്ട്. പക്ഷേ പിള്ളേർക്ക് വേറെ വല്ലതും ആണെങ്കിൽ പാസ്ത അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് കുറേയും കൂടി ഇഷ്ടമാണ്. പിന്നെ മാഗി ദിവസം, സാറ്റർഡേ മാഗി ദിവസം ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. कौन सा बेटा किधर के लिए रेचा और ब्लू है एല്ലാം ബ്ലാക്ക് അല്ലേ റേച്ചാണ് ब्लू रहेगा तो कोई से कपड़ा का सब मैच नहीं होगा हां ना ठीक है यार ये राइट है
റേച്ചാൻ അടുക്കളയിൽ വന്ന് പുതിയ 2 പാൻ്റ് എടുത്ത് ഒന്നൊരു ബ്ലാക്ക്, ദൂരെ നിന്ന് കണ്ടാൽ അതും ബ്ലാക്കാന്നേ പറയത്തുള്ളൂ. ഒരിച്ചിരി ലൈറ്റ് ബ്ലൂ പോലെ തോന്നും. അപ്പോൾ റേച്ചാനുള്ളത് മൊത്തം ബ്ലാക്കാണ്, പാൻറ്റുകളുള്ളതെല്ലാം ബ്ലാക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ചോദിച്ചു ഇതിൽ ഏതാ നല്ലത്, ബ്ലൂ ആണോ ഇതാണോ എന്ന്. ഞാൻ പറഞ്ഞു റേച്ചാൻ എല്ലാം ബ്ലാക്ക് അല്ലേ, ബ്ലൂ എടുക്കുന്നു. റേച്ചാൻ പിന്നെയും ബ്ലാക്കിലോട്ടാ കണ്ണ്. അത് ചോദിക്കാൻ വന്നേ അടുക്കളയിൽ. അപ്പോൾ ഞാൻ ഇഡലി ഉണ്ടാക്കിയായിരുന്നു, ഇഡലിയും റെഡി ആയിട്ടുണ്ട്. ദോശ വേണ്ടിയവർക്ക് ദോശയും. അപ്പോൾ ഇഡലിയൊക്കെ ഒന്ന് ഇളക്കിയിട്ടിട്ട് ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് അവർക്കൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ പാത്രങ്ങളെല്ലാം കഴുകാൻ കുറേ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഈ നെറ്റ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് അടുക്കളയിൽ അത്ര അങ്ങോട്ട് വെട്ടമില്ല, എപ്പോഴും ഇരുട്ട് പോലെ എപ്പോഴും. അതുകൊണ്ട് അല്ലെങ്കിലും എപ്പോഴും ലൈറ്റ് ഇടും, എന്നാലും വെളിയിൽ ഇപ്പം ചാറ്റമഴയോ വല്ലതാണോ എല്ലാം. എനിക്കാണെങ്കിൽ ഈ അടുക്കളയിൽ നിന്നിട്ട് ഈ വെളിയിലോട്ട് നോക്കി ഇങ്ങനെല്ലാം ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും അറിയുന്നില്ല, വെളിയിൽ എന്തോ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, അത്ര വലിയ ഇതല്ല, എന്നാലും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ തുണികൾ കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി തുണികളൊക്കെ എടുത്ത് വിരിക്കണം. അപ്പം തുണികളെല്ലാം ഒന്ന് വിരിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഒരു ദിവസത്തെയായിരുന്നു. എനിക്കത് കഴിഞ്ഞ് അച്ചാറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം പിന്നെ എല്ലാം ചെയ്തിട്ട് നാരങ്ങ വാങ്ങിക്കാൻ രാവിലെ പോകണമായിരുന്നു. അവർ 10-10:30 ആകുമ്പോഴത്തേക്കിന് അവർ രാവിലത്തേത് ഒരു 6 മണിയാകുമ്പോൾ തുടങ്ങും. 6-6:30 ആകുമ്പം അവർ തുടങ്ങിയിട്ട് ഒരു 10-10:30 ആകുമ്പോഴത്തേക്കിന് അടച്ചിട്ട് പോകും. പിന്നെ വൈകിട്ട് 4 മണിക്ക് തുറന്നിട്ട് ഒരു രാത്രി 10 മണി വരെ കാണും. അപ്പോൾ രാവിലെ റേച്ചാൻ പോകുന്നതിന് മുമ്പിട്ട് ഞാനും റേച്ചാനൂടെ പോയി. എനിക്ക് തന്നെ ഞാൻ അങ്ങനെ പോകാറില്ല. റേച്ചാനും ഞാനിവിടെ പോയിട്ട് പിന്നെ ഞാൻ റിക്ഷയ്ക്ക് തിരിച്ചിങ്ങ് വന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് എനിക്ക് പോകണം. അപ്പോൾ ഇന്ന് രാവിലെ അങ്ങ് പാസ്ത ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം ഇന്നലെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചോടെ എന്നാൽ എത്രയും പെട്ടെന്ന് ചെയ്യാമോ അത്രയും പെട്ടെന്ന് ചെയ്യാം. ഇപ്പോഴും കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഈ സാധാരണ ഈ നാരങ്ങയുടെയൊക്കെ വില ഒരു ജൂൺ ജൂലൈയിലൊക്കെയാണ് കുറയുന്നത്. അപ്പോൾ ഇപ്പോഴും നാരങ്ങ എത്ര 130 140 കിലോ അവർ 10-20 രൂപയ്ക്ക് 3 അങ്ങനെ കണ്ട വെച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കിലോയ്ക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പിന്നെ കിലോയ്ക്ക് 130 140 രൂപയൊക്കെ ആയിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ 50 രൂപയ്ക്കൊക്കെ നമ്മൾ വാങ്ങിച്ചാണ്. ഇപ്പോൾ എല്ലാത്തിനും വില കൂടില്ല. അവർ കഴിഞ്ഞ വർഷവും ഇതുപോലെ അവർ പറഞ്ഞു ഇപ്പം പിന്നെ ഈ നാരങ്ങയൊന്നും അങ്ങനെ ഇല്ല, മഴ കാരണം മൊത്തം പോയി, അതുകൊണ്ടാണ് വിലയെന്ന്. അപ്പം മഴ സമയത്തും വാങ്ങിക്കാൻ പറ്റത്തില്ല, ഇപ്പം സീസൺ ഇല്ല. മറ്റേത് നമുക്ക് മഴ നോക്കിയിരുന്ന് നാരങ്ങ വാങ്ങിക്കാമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് വെജിറ്റബിൾസ്, കാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ആദ്യം സവാള ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതെല്ലാം ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ആകുമ്പം ഇവന്മാരുടെ വയറ്റിലങ്ങ് ചെല്ലുമല്ലേ. എല്ലാവരും മക്കളെ തീറ്റിക്കാൻ വേണ്ടിയല്ലേ ഈ ചെയ്യുന്നത്. അതൊക്കെ ഇച്ചിരി ഒന്ന് പച്ചപ്പ് വിട്ടോണ്ടേ, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും സ്വല്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും ഇതെല്ലാം കൂടെ ഒന്നിട്ടിട്ട് ആ പാസ്തയും കൂടെ ഇട്ട് കൊടുക്കട്ടെ. ഇവിടെ പോളിന് ഇല്ല സ്ക്രൂ ടൈപ്പുള്ള പാസ്തയാണ് ഇഷ്ടം. പ്രൈസന് ഈ എൽബോ ടൈപ്പിൻ്റെ ഇതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ പാസ്ത ഒന്ന് അടപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ എടുത്തത്. അപ്പോൾ ആ നെറ്റ് ഇങ്ങനെ അടിച്ചത് കൊണ്ടാണ്. ഇവിടെ കണ്ടോ, ഇന്നാളെ ആരോ റോസ്വില്ലാന്ന് തോന്നുന്നു ചോദിച്ചായിരുന്നു, ചേച്ചി വീഡിയോയിൽ ചിലയിടത്ത് ഇത്തിരി ഇരുട്ട് പോലെ ഉണ്ടെന്ന്. അത് ഈ കാരണം ലൈറ്റ് ഉണ്ടെങ്കിലും ഇവിടെ നമുക്കങ്ങോട്ട് ലൈറ്റ് ഇട്ടാലും ചില സമയത്ത് നമുക്കിങ്ങനെ ഡാർക്കായിട്ടാണ് കാണുന്നത്. എന്താ ചെയ്യാനാ. അപ്പോൾ അതൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് അത് ഒത്തിരി ക്ലാരിറ്റിയുടെ ഒക്കെ പ്രോബ്ലം വരും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നാരങ്ങ വാങ്ങിക്കാൻ പോയായിരുന്നു. കാരണം 10 മണി ആകുമ്പോൾ അവർ അടച്ചിട്ട് പോകും. അതിന് മുമ്പിട്ട് പോയി. പിന്നെ വന്നിട്ട് ഞാൻ എന്നാൽ ഈ ഉരുളി എടുത്ത് ഇതിൻ്റെ അകത്ത് നാരങ്ങ വാട്ടാൻ വെക്കാമെന്നും പറഞ്ഞാൽ ഇരുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് പറ്റിയില്ല. 5 കിലോ നാരങ്ങ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ എനിക്ക് ഇതിൻ്റെക്കായി വലിയൊരു ഉരുളിയുണ്ട്. അത് നമ്മുടെ ഗ്യാസിൻ്റെ അകത്ത് വെച്ചാൽ അതിലൊന്നും പറ്റത്തില്ല. ഉരുളി വലിയതായതുകൊണ്ട് അത് ഈ സ്റ്റൗ അടുപ്പിലേ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ അതെനിക്ക് എടുക്കേണ്ടി എന്തോ അതിൽ അരിയൊക്കെ ഒന്ന് ഇട്ടിട്ടേ പിന്നെ ഇത് വാട്ടാൻ വെക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ ഇന്ന് റോസ് അരിയാണ് എടുത്തത്. നാരങ്ങ ഇനിയും വാട്ടാൻ വെക്കണം അച്ചാറിടാൻ. അപ്പം ഈ ചെറിയ ഉരുളിയിൽ പറ്റത്തില്ല, ഇനി വലിയ ഉരുളി എടുക്കണം.
കഴിഞ്ഞ ദിവസം ഞാൻ കടലക്കറി വെക്കാൻ നേരം അത് കുതിർത്തിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി ഒരു ഡബ്ബയ്ക്കകത്തിട്ട് അടച്ചു വെച്ചായിരുന്നു. ഇതൊന്ന് സ്പ്രൗട്ട് ആക്കിയിട്ട് ബോൾ എന്നാൾ പറഞ്ഞായിരുന്നു അവനിങ്ങനെ കടല ഇങ്ങനെ ബോയിലാക്കി കൊടുക്കണമെന്ന്. ഞാൻ ചിന്തിച്ചിങ്ങനെ സ്പ്രൗട്ട് ആക്കിയത് അവൻ ഈ ചോദിക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ സ്പ്രൗട്ട് ആക്കാൻ വെച്ച് അവൻ ഇതൊന്ന് തുറന്ന് നോക്കിയുണ്ടെങ്കിൽ അന്നേരം പറഞ്ഞു, മമ്മി എനിക്കിങ്ങനെ സ്പ്രൗട്ട് ആക്കണ്ട, അല്ലാതെ അങ്ങ് ബോയിൽ ചെയ്ത് തന്നാൽ മതിയെന്ന്. പിന്നെ ഞാൻ ഇച്ചിരി മുള പൊട്ടിയായിരുന്നു. പിന്നെ ഞാനത് എടുത്തിട്ട് ഇന്ന് അവനതൊന്ന് ഇച്ചിരി ഉപ്പും ഒക്കെ ഇട്ടൊന്ന് തിളപ്പിച്ച് ബോയിലാക്കി തിന്നാൻ കൊടുക്കാമെന്ന് വെച്ചു. ഇതിങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്, നമുക്ക് എളുപ്പമുണ്ട്. ആവശ്യത്തിന് സമയമുള്ളപ്പോൾ ഇങ്ങനെ പൊളിച്ച് വെച്ചാൽ ആവശ്യത്തിനിട്ടിടാമല്ലേ. വന്നിട്ട് ഞാൻ ഇവർക്ക് ഉച്ചയ്ക്ക് ചപ്പാത്തി എളുപ്പം കൊടുക്കണമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഒരു മുട്ടക്കറി വയ്ക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ കുറച്ച് സവാളയൊക്കെ വന്നിട്ട് അരിഞ്ഞ് ഉരുളൻകിഴങ്ങും ഒക്കെ ഇട്ട് ഇപ്പം ഞാനൊരു 2 വെളുത്തുള്ളി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഈ ഉള്ളിക്കകത്ത് ഇച്ചിരി ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ആ ഉരുളൻകിഴങ്ങൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതും എല്ലാം കൂടെ ഇട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മുട്ടക്കറി പെട്ടെന്ന് വെച്ചാൽ പിന്നെ ചപ്പാത്തി ഉറക്കം കൊടുക്കാമല്ലോ. പിന്നെ സാവകാശം പിന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്ത് പിന്നെ കറിയൊക്കെ ആണെങ്കിലും ഇവർക്കങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. ചപ്പാത്തി അന്നേരം കൊണ്ടുവന്നായിരുന്നു, അപ്പോൾ അത് റെഡിയായല്ലോ. പിന്നെ കറിയും കൂടെ ഉണ്ടാക്കിയിട്ട് പിന്നെ എനിക്ക് പിന്നെ നാരങ്ങയൊക്കെ വാട്ടിയ പിന്നെ അത് അരിയണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. ഞാൻ പിന്നെ ഇതിങ്ങനെ അടച്ചിട്ടിട്ട് പിന്നെ പയറിരിപ്പുണ്ടായിരുന്നു, പയറ് പോയി അരിയാൻ പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്നിവിടെ ഇളക്കുന്നുണ്ടായിരുന്നു. ഇതിലോട്ട് ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നമ്മൾ അടച്ചു കൊടുത്താലും അത് അടച്ചിട്ടാലും അങ്ങനെ അടുക്കി പിടിക്കത്തില്ല. കാരണം ടൊമാറ്റോയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി അങ്ങ് ഹൈ ഫ്ലെയിമിൽ നമുക്ക് വേണേൽ വഴറ്റിയെടുക്കാം. എനിക്ക് പിന്നെ ഇതിൽ പയറൂടെ അരിയേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ പോയിരുന്നു പയറരിയും പിന്നെ ഒന്ന് ഇളക്കി അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പൊടികളൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അപ്പോഴത്തേക്കിന് പിന്നെ ഞാൻ നാരങ്ങയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. ഞാൻ ഇഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഇഡലി പാത്രത്തിൽ ആവി കയറ്റിയെടുക്കണമെങ്കിൽ എനിക്ക് 2-3 തീരെ എടുക്കും. അപ്പോൾ ഒത്തിരി സമയം പോകത്തില്ലേ. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്നാൽ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വെള്ളത്തിലിട്ടിങ്ങനെ വാട്ടിയെടുക്കാമെന്ന്. അപ്പോൾ ഈ വലിയ ഉരുളി അതിനാണ് എടുത്തത്. എല്ലാ ജോലികളും ചെയ്തിട്ട് അത് ചെയ്യാമെന്നും പറഞ്ഞാൽ ഇരുന്നത്. കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ മാറിപ്പോയാൽ അതിൻ്റെ വാട്ടലിച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ആകെ ഇതല്ലേ. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് ചെയ്യാമെന്ന് വെച്ച്. ഇവിടെ തന്നെ അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ വേറെ മാറുവാണെങ്കിൽ കുഴപ്പം വരും. വലിയ ഉരുളി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇനിയും വെള്ളം ഒഴിച്ചിട്ട് നാരങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് വെള്ളത്തിൽ ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട്, നല്ല കീടനാശിനിയൊക്കെ അടിക്കുന്നതായിരിക്കുമല്ലോ, അതുകൊണ്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടതൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കഴുകിയിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. കുഞ്ഞ് നാരങ്ങയാണ് കിട്ടിയത്, പക്ഷേ നമ്മൾ ഞെക്കി നോക്കുമ്പോൾ നല്ല നീരുണ്ട്. നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ കിട്ടത്തില്ല സാധനം. കാരണം അവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം, ഓരോരുത്തർ നേരത്തെ പറഞ്ഞു വെക്കും ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നവർക്ക് വേറൊരു ടൈപ്പ് നാരങ്ങ, അതൊക്കെ അവർ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഹോട്ടലുകാർക്ക് വേറൊരു ടൈപ്പ്. ഈ ഹോട്ടലിലൊക്കെ നമ്മൾ ചെല്ലുമ്പം ലാസ്റ്റിൽ കൈ കഴുകാൻ നേരം നാരങ്ങ മുറിച്ചിട്ട് തരത്തില്ലേ, അങ്ങനെയുള്ളതെന്ന് പറയുന്നത്. ചില നാരങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇച്ചിരി തോടൊക്കെ ഇച്ചിരി കേടായിട്ടൊക്കെ ഉള്ളത് ഹോട്ടലുകാർക്ക് സെപ്പറേറ്റ് അവർ മാറ്റി വെക്കും. അങ്ങനെയുള്ളത് വാങ്ങിച്ചാൽ മതിയല്ല. അവർക്ക് നല്ലത് തന്നെ ഈ കൈ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് കൈ മുക്കി കഴുകാൻ നാരങ്ങ തരത്തില്ലേ, അതിന് നല്ലത് വേണമെന്നില്ല, അങ്ങനെയുള്ളതാണ് തരുന്നത്, ശ്രദ്ധിച്ചോണം. അപ്പോൾ അവർ ഇന്നലെ ഇങ്ങനെ ഞങ്ങൾ ചോദിച്ചു ഇതെന്തോ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചോണ്ടേ പറഞ്ഞ് അത് ഹോട്ടലുകാർ ഓർഡർ ചെയ്തതാണ്. അയാളൂടെ പറക്കി ഇടുവാണെങ്കിൽ അയാൾ പച്ചയൊക്കെ പറക്കി ഇടുമായിരുന്നു. ഞാൻ പിന്നെ അത് അങ്ങ് മാറ്റും. ഞാൻ പറഞ്ഞു വേണ്ട, പച്ച എനിക്ക് വേണ്ട, എനിക്ക് അച്ചാറിടാനാ, പഴുത്തത് തന്നെ വേണമെന്ന്. അങ്ങനെ പിന്നെ പഴുത്തത് മാത്രം കുറേ സമയം എടുക്കും നമ്മൾ ഇത്രയൊക്കെ എടുത്ത് തിരഞ്ഞെടുത്ത് വരണമെങ്കിലും. അപ്പം നമ്മുടെ മുട്ടക്കറിക്കകത്ത് ഞാൻ മുട്ടയൊക്കെ പറക്കിയിട്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി ഇങ്ങനെ ഞെക്കി നോക്കുന്നുണ്ട്.
അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു പയർ തോരന് വേണ്ടി അരിഞ്ഞായിരുന്നെന്ന്. പിന്നെ അത് തോരനൂടെ വെക്കണമായിരുന്നു എനിക്കൊരു കിഴുത്തപ്പാത്രം ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഞാൻ ഇതിപ്പം നോക്കിയുണ്ടേ അതൊന്ന് നന്നായിട്ട് സോഫ്റ്റായി തൊലിയൊക്കെ ആ കിഴുത്തപ്പാത്രത്തിലോട്ട് എടുത്തിടുന്നുണ്ട്. അപ്പോൾ ഇത്രയും എനിക്ക് ആ വലിയ കിഴുത്തപ്പാത്രമാണ്, കണ്ടാൽ അത് ചെറുതായിട്ട് തോന്നുമെങ്കിൽ ഈ 5 കിലോയും അതിൻ്റെ അകത്ത് ഇടാൻ പറ്റി എനിക്ക്. പണ്ടൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുമ്പിട്ട് ഈ ചോറൊക്കെ ഇവർ കുക്കറിലൊക്കെ വേവിച്ചിട്ട് ഇതിൻ്റെ അകത്തൊക്കെയായിരുന്നു ഊറ്റിയിടുന്നത്. ഇത് ഞാൻ കല്യാണം കഴിച്ചിട്ട് വരുമ്പോഴേ ഉള്ള പാത്രം, ആ കിഴുത്തപ്പാത്രം വെള്ളം വാലുന്നത്. പിന്നെ വലിയ അലുമിനിയം ചരുവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം പന്നലായി കിഴിഞ്ഞു പോയി. ഇപ്പം ഞാൻ പിന്നെ അലുമിനിയം പാത്രം പണ്ടെടുക്കുമായിരുന്നു, ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം അതിങ്ങനെ ഇതൊക്കെ കഴുകാനൊക്കെ ഇങ്ങനെ വലിയ ക്വാണ്ടിറ്റി ഇങ്ങനെ ഈ നാരങ്ങ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ കഴുകാനായിട്ട് അത് ഉപയോഗിക്കും. അപ്പോൾ പയർ തോരന് ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.